ഹായ്, ഞാൻ നിങ്ങളുടെ സുജയാണ്. ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻസ്ഡാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിട്ട് നിങ്ങൾ ആകപ്പാടി ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നേരെ സംഗീത ലക്ഷ്മണ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അവരുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യാം. അതിങ്ങനെ ചെക്ക് ചെയ്ത് ആ പോസ്റ്റുകളൊന്ന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിരിക്കാൻ വകയുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കും. പുള്ളിക്കാരത്തി ഒരുപാട് ചിരിക്കാൻ വകയുള്ള ഐറ്റംസ് അവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്തതിന് മുന്നേ തന്നെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇങ്ങനെ കണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചിരിച്ചിട്ടാണ് ഇവിടെ വന്ന് ഇരിക്കുന്നത്. വിത്ത് ഓൾ റെസ്പെക്ട് കേട്ടോ, സംഗീത ലക്ഷ്മണയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. ആ ഇന്റർവ്യൂവിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഈ മമ്മൂട്ടിയും മോഹൻലാൽ അവർക്ക് ഇത്ര ഏജ് ആയില്ലേ, പിന്നെ അവർ എന്തിനാണ് ഇതേപോലെ മേക്കപ്പ് ചെയ്ത് തലയിൽ വിഗൊക്കെ വെച്ചിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്? അതൊരു കാപട്യമല്ലേ, നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഗ് ഇല്ലാത്ത, മേക്കപ്പ് ഇല്ലാത്ത മോഹൻലാലിനെയും മമ്മൂക്കയും കാണാനായിട്ട് ജനങ്ങൾ ഇങ്ങനെ കോരിത്തെരിച്ച് ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. ലാലേട്ടാ, മമ്മൂക്ക വേഗം തന്നെ മേക്കപ്പ് ഒക്കെ കഴുകിക്കളഞ്ഞ് വിഗ് എല്ലാം ഊരിയിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വരൂ, സംഗീത ലക്ഷ്മണ അതിങ്ങനെ അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിവേ, അപ്പോൾ ഇവരുടെ ഇന്റർവ്യൂ കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത്. ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗം ഞാനൊന്ന് പ്ലേസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഈ 20 years ലേറ്ററും ഈ മമ്മൂട്ടി മോഹൻലാലും ഒന്നും ആ വിഗ് ഊരി വെച്ചിട്ട് അവരായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ എന്താണ് അവർക്ക് പറ്റാത്തതെന്ന് എനിക്കത് ഇറ്റ് ഇസ് ദെയർ ചോയ്സ്. പക്ഷെ എന്നാലും ഈ കാപട്യം നമ്മളെ കാണിച്ച് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ്? ഈ 60 years old, മമ്മൂട്ടിക്ക് എത്ര, 74 70? അവരായിട്ട് നമുക്ക് കാണാൻ ഇഷ്ടമുണ്ടാവില്ലേ? ഈ പുട്ടിയടിച്ച് വിഗ് വെച്ച്, അത് വിഗും കറുത്ത വിഗൊക്കെ വെച്ച് വന്ന് എന്തൊരു കാപട്യമാണത്. സംസാരവും അപ്പിയറൻസിൽ പോലും നമ്മളെ കബളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അത് ഓവർ ഇയേഴ്സ് അല്ലേ, നമ്മൾ 20 വർഷം 40 വർഷം മുമ്പേ കണ്ടു തുടങ്ങിയ അതുപോലെ തന്നെ നമ്മൾ ഐ ഡോണ്ട് നോ, എനിക്കത് ഡൈജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ചേച്ചിന്ന് വിളിക്കുന്നില്ല, കാരണം ഇപ്പോൾ നമ്മൾ ഈ സംഗീത ലക്ഷ്മണനെ കാണുന്ന സമയത്ത് ഒരു 10 55 60 വയസ്സ് പ്രായം തോന്നിക്കുന്നുണ്ട്. എൻ്റെ അമ്മയെക്കാളൊക്കെ പ്രായമുള്ള ഒരു ലേഡിയാണ്. ഞാനൊരു അമ്മായി എന്ന് വിളിച്ച് സംസാരിക്കുകയാണ്, വിത്ത് ഓൾ റെസ്പെക്ട് കേട്ടോ. അപ്പോൾ ഈ അമ്മായി പറഞ്ഞു വെക്കുന്ന കാര്യം അവർക്കത് ഡൈജസ്റ്റ് ആവുന്നില്ല. ശരിയായിരിക്കാം, അവരുടെ അഭിപ്രായമാണല്ലോ പറയുന്നത്. അവർക്കത് ഡൈജസ്റ്റ് ആവുന്നില്ല. 10-20 വർഷം അല്ലെങ്കിൽ 10-30 വർഷമായിട്ട് അവർ നമ്മളെ ഒരേ രീതിയിലാണ് മമ്മൂട്ടിയും മോഹൻലാലും നമ്മൾ കാണുന്നേ. അവർ ആക്ടേഴ്സ് അല്ലേ, അല്ലാണ്ട് ചുമട്ട് തൊഴിലാളികളൊന്നും അല്ലല്ലോ. അവർ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് അല്ലെങ്കിൽ ലുക്കൊക്കെ മാറി അവിടെ ബുദ്ധിമുട്ടിരിക്കാനായിട്ട് അവർക്ക് നല്ല സാമ്പത്തികം കിട്ടുന്നൊരു തൊഴിലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറയുന്ന ഒരു ആക്ടർ എന്ന രീതിയിൽ അവരുടെ ആവശ്യമാണ്. പിന്നെ അവർ വിഗ് വെച്ച് മേക്കപ്പ് ഇട്ടുകൊണ്ടാണ് അഭിനയിക്കുന്നത്. അതൊരു കാപട്യമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഈ ഒരു സംഗീത ലക്ഷ്മണ എന്ന് പറയുന്ന അമ്മായിയോടാണ്. അമ്മായിയുടെ ഒരു ലുക്ക് ഞാൻ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കിയ സമയത്ത് അവർ ഭയങ്കരമായിട്ട് മെയിൻ പ്രോബ്ലം നേരെന്ന് പറയുന്ന സിനിമ വലിയ സക്സസിലേക്ക് പോയപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഒരു മാക്സിമം തീർക്കുന്നുണ്ട്. ഞാൻ 1-2 പോസ്റ്റുകൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് കാണിക്കാം. അതായത് നമ്മുടെ ജിത്തു ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്ന ശാന്തി എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, റൈറ്റർ ആണല്ലോ, അവരെ പരിഹസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് അവർ ഞാൻ വായിക്കുന്നില്ല, അവരിട്ടിട്ടുണ്ട്. അതുകൂടാതെ ഈ മോഹൻലാലിന്റെയും ജിത്തുവിന്റെയും ശാന്തിയുടെയും ഒരു ഫോട്ടോ വെച്ചിട്ടാണ് മലയാള സിനിമാ പ്രേക്ഷകരെ ഒരു ചീത്തയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്ന മൂവർ സംഘം, സ്ക്രിപ്റ്റ് കൊള്ള സംഘം. അപ്പോൾ അവർ ഈ സ്കെച്ച് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു പോർഷനൊക്കെ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കൊള്ള സംഘം എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സിനിമ അതേപോലെ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളാരും സ്കെച്ച് ആർട്ടിസ്റ്റ് കണ്ടിട്ടില്ല. ഞാൻ കണ്ടു ആ സിനിമ ഇരുന്നിട്ട്. അത് കോപ്പിയൊന്നുമല്ല, ഒരു സീൻ മാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ അതിനെപ്പറ്റിയൊക്കെ ബുദ്ധിയും വിവേകമുള്ള ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. സംഗീത ലക്ഷ്മണൻ എന്ന് പറയുന്ന ഈ ഒരു അമ്മായി അവർക്ക് നല്ല ഒരു അഡ്വക്കേറ്റ് ആണ്, അല്ലെ, ഒരു വലിയ പ്രഗത്ഭയായിട്ടുള്ള അഡ്വക്കേറ്റ് ആണ്. അവർക്ക് നല്ല രീതിയിൽ ബുദ്ധിയും ബോധവും വിവേകവും ഒക്കെ ഉള്ളൊരു സ്ത്രീയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അവർ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ മെയിനായിട്ട് അവർക്ക് ഈ സിനിമ സക്സസിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഫ്രസ്ട്രേഷൻ അവർ മാക്സിമം തീർക്കുന്നുണ്ട്. പക്ഷേ അവർ നോക്കുമ്പോഴത്തേക്കും ഓരോ ദിവസവും കൂടുതൽ ജനങ്ങൾ നേരെ സിനിമ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എത്ര കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും അത് ഏൽക്കുന്നില്ല. അപ്പോൾ അത് ഏൽക്കാതാകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടാണ് അവർ കൂടുതലായിട്ട് പിന്നീട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതവിടെ ഇനിയും ചെയ്യുക കേട്ടോ, അത് ഇനിയും വൃത്തിക്ക് ചെയ്യുക. അതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് തോന്നും. എനിവേ, അപ്പോൾ ഈ സംഗീത ലക്ഷ്മണയുടെ പോസ്റ്റുകളൊക്കെ ഞാൻ നോക്കിയ സമയത്ത് വലിയ കമ്പാരിസൺ ഒക്കെ ഉണ്ട്. മോഹൻലാലിന്റെ വൈഫിനെയും ഇവരെയും വെച്ചിട്ടുള്ള കമ്പാരിസൺ ഫോട്ടോയൊക്കെ അവരെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ നോക്കുമ്പോൾ ഈ സംഗീത ലക്ഷ്മണ ഒരു 4-5 മേക്കാതെന്നൊക്കെ പറയും, ഇങ്ങനെ കമ്മലടിച്ചിട്ടുണ്ട്, ഒരു സ്റ്റഡ് പോലെ എന്തോ മൂക്കുത്തി പോലെ ഇവിടെ ചെയ്തിട്ടുണ്ട്, ടാറ്റു ചെയ്തിട്ടുണ്ട്, വലിയൊരു പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സംഗീത ലക്ഷ്മണയെ കണ്ടിട്ട് നമുക്ക് ചോദിച്ചുകൂടെ, നിങ്ങൾ എന്തിനാണ്? പിന്നെ ഒരു 55-60 വയസ്സ് മിനിമം തോന്നിക്കുന്ന ഈ സംഗീത ലക്ഷ്മണയുടെ ഒരു മുടി പോലും നരച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നരക്കാത്ത മുടിയൊന്നും അല്ല, അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ
ഡൈ ചെയ്തിട്ടുള്ള മുടി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ഡൈ ചെയ്യാതെ ഈ വലിയ പൊട്ടിന് പകരം ഒരു ചെറിയ പൊട്ട് തൊട്ട് എന്തിനാണ് 5-6 കമ്മലിടുന്നതിന് പകരം ഒരു കമ്മലിട്ട് ഈ ടാറ്റു പഠിക്കാത്ത എത്രയോ സ്ത്രീകളുണ്ട്. അപ്പോൾ നിങ്ങൾ ടാറ്റു ഒക്കെ മായ്ച്ചു കളഞ്ഞ് അങ്ങനെ നിങ്ങൾക്ക് ഇരുന്നൂടെ? അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെയാണ് നിങ്ങൾ നിൽക്കുക. അപ്പം നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ് എന്താണോ അതിനെ മാക്സിമം നിങ്ങൾ എന്താ പറയണ്ടേ നല്ല രീതിയിൽ സൗന്ദര്യം തോന്നിക്കുന്ന രീതിയിൽ ഒരുങ്ങി നടക്കാനാണ് നിങ്ങൾ ശ്രമിക്കുക. മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ അതന്നെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അവർ ആക്ടിങ്ങിലാണ്. സംഗീത ലക്ഷ്മണൻ എന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ അവർക്ക് ലുക്ക്, അതായത് ഒരു ലുക്സ് എന്ന് പറയുന്നത് അവർക്ക് അത്ര വലിയ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയും ആക്ടേഴ്സാണ്. അവർക്ക് മസ്റ്റായിട്ട് അവരുടെ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനിപ്പോൾ എന്തിനാണ് സംഗീത ലക്ഷ്മണ ഇപ്പം ഇത്രയും കിടന്ന് ഇങ്ങനെ പറയുന്നത്? ഞങ്ങൾ ആരും തന്നെ ലാലേട്ടനെയും മമ്മൂക്കയും മേക്കപ്പ് ഇല്ലാതെ കാണാനും അവർ വയസ്സന്മാരായിട്ടിരിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങൾക്ക് അവർ ഇങ്ങനെ ഇരിക്കുന്ന പോലെ തന്നെ ഒരു 10-20 വർഷം കൂടി ഇരിക്കണമെന്നാണ് മലയാളി പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. സംഗീത ലക്ഷ്മണയുടെ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയില്ല. ബാക്കി കേൾക്കാം. തുടക്കം തന്നെ ചോദിക്കട്ടെ, എന്താണ് മോഹൻലാലിനോട് ഇത്ര ദേഷ്യം? അയ്യോ, മോഹൻലാലിനോട് ദേഷ്യമൊന്നുമില്ല. അയ്യോ അങ്ങനെ പറയല്ലേ, ദേഷ്യമൊന്നുമില്ല. ക്രിട്ടിസൈസ് ചെയ്യുന്നോണ്ടാണോ? അതായത് വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നു, അതല്ലേ? അതല്ല താങ്കൾ ഉദ്ദേശിക്കുന്നത്. ആരെങ്കിലും പറയണ്ടേ എന്നുള്ള ഒരു ചോദ്യമില്ലേ? ആരെങ്കിലും പറയണ്ടേ? ഞാൻ ഈ മോഹൻലാലിനെ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയം ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ നമ്മൾ ഇത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി അല്ലെങ്കിൽ ഇത്രയും അറിവോടുകൂടി പറയുന്നത്. എനിക്ക് ഇദ്ദേഹത്തിന് പരിചയമുള്ളതെന്ന് പറഞ്ഞാൽ 2002 ഓക്കെ. അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നത് ക്രിറ്റിസിസം ആണെന്നാണ്. നമ്മൾ ഈ ക്രിറ്റിസിസം എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്ക് അതിനകത്തൊരു മാന്യമായിട്ടുള്ള ക്രിറ്റിസിസം ആണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. ഇപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ഒരുപാട് ആൾക്കാർ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ക്രിറ്റിസിസം ചെയ്യാറുണ്ട്. ഇതൊരു ക്രിറ്റിസിസം വീഡിയോ ആണ് അല്ലേ? നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു ക്രിറ്റിസിസമാണ്. ഇപ്പോൾ ഞാനിതിനകത്ത് സംഗീത ലക്ഷ്മണനെ പറ്റി ഞാൻ അവരെ പറ്റി ഒന്നും മോശമായിട്ട് പറയുന്നില്ല. വളരെ മാന്യമായിട്ടാണ് നമ്മൾ സംസാരിച്ച് പോകുന്നത്. അപ്പം മാന്യമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ആരെ പറ്റിയും പറയാം. പക്ഷേ ഒരു വളരെ നമ്മൾ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ അവർ മനഃപൂർവ്വം ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ മോഹൻലാലിനെ മോശക്കാരനാക്കുന്ന രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. മോഹൻലാലിനെ എന്താണ് പരിചയം? അവരുടെ ഇന്റർവ്യൂ കണ്ട സമയത്ത് എനിക്ക് 2002 മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂ ചെയ്താണ് അവിടെ പരിചയം. അതായത് മോഹൻലാൽ വഴിക്കൂടെ നടന്നു പോയി കൈ കാണിക്കുമ്പോൾ ലാലേട്ടാ എന്ന് വിളിക്കുക, പുള്ളി തിരിച്ചു കാണിച്ചാൽ ഭയങ്കര പരിചയമാണെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ഇന്റർവ്യൂ ചെയ്തത് കൊണ്ട് മോഹൻലാലിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി നമ്മൾ ഇടപെടുന്നത്? അപ്പോൾ എനിക്ക് തോന്നുന്നത് സംഗീത ലക്ഷ്മണൻ എന്ന് പറയുന്ന ഈ ഒരു അമ്മായിക്ക് വളരെ പെട്ടെന്ന് ഒരു ഫെയിം വേണം. അപ്പോൾ അവരെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല. ഇപ്പോൾ സംഗീത ലക്ഷ്മണൻ എന്ന് പറയുന്ന ഈ ഒരു ലേഡിയെ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ അറിവിൽ നമ്മുടെ നടി ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട് അവർ ആ നടിയെ പുച്ഛിച്ചുകൊണ്ടൊക്കെ എന്തൊക്കെയോ ഒരു പോസ്റ്റുകളൊക്കെ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേപോലെ എന്തോ വിവാദമൊക്കെ ചുരുക്കി പറഞ്ഞാൽ എന്തെങ്കിലും വിവരക്കേട് വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഇതിനു മുമ്പ് അവർ വന്നിട്ടുണ്ട്. അല്ലാതെ കോമൺലി ഇപ്പോൾ ഒരു 1000 പേര് എടുത്താൽ അതിൽ മേ ബി ഒരാൾക്ക് സംഗീത ലക്ഷ്മണൻ എന്ന് പറയുന്ന ആളെ പറ്റി അറിയാതിരിക്കാം. അതും ചാൻസ് ഇല്ല. വേണമെങ്കിൽ ഒരു 10,000-ൽ ഒരാൾക്ക് മേ ബി അറിയാൻ പറ്റിയേക്കാം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് ഫെയിം ആകാനായിട്ട് മമ്മൂക്കയും മോഹൻലാലിനെ പറ്റിയൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഫെയിം ആകാമല്ലോ. അതായിരിക്കും അവരുടെ ഉദ്ദേശം. പക്ഷേ നിങ്ങളുടെ ഉദ്ദേശം ഫെയിം ആകുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ പറഞ്ഞിട്ടല്ലല്ലോ, അല്ലെങ്കിൽ ഒരു ഡീഗ്രേഡ് ചെയ്ത് വ്യക്തിപരമായിട്ട് ആൾക്കാരെ അധിക്ഷേപിച്ചുകൊണ്ടല്ല അങ്ങനെ നമ്മൾ വീഡിയോസ് ചെയ്യേണ്ടത്, പോസ്റ്റുകൾ ഇടേണ്ടത്. അത് ഭയങ്കര മോശം പ്രവണത തന്നെയാണ്. പിന്നെ ഇവർ പറയുന്നത് പോലെ മോഹൻലാലിനെ വ്യക്തിപരമായിട്ട് അറിയാം. പണ്ടെപ്പോഴും ഒരു ഇന്റർവ്യൂ ചെയ്തതിന്റെ പരിചയമാണ് അവർ പറയുന്നത്. ആ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ അവരെടുത്ത് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും അതോടൊന്ന് പ്ലേ ചെയ്യാം. അപ്പം ഞാൻ ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മളിങ്ങനെ ഒരു ക്രോസ് എക്സാമിനേഷൻ പോലെ ഒരു രീതിയിൽ ഇങ്ങനെ ചോദിച്ചിട്ട് പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇടുകയാണ്, ഇത് ബിഗാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് ആ ഫ്ലോയിൽ പുള്ളിയുടെ ആൻസറിൽ അതെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാം മുഴുവൻ എപ്പിസോഡൊക്കെ ഷൂട്ടൊക്കെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുകയാണ്. ഒരു ശാസനാത്മകമായി തന്നെ ആവശ്യപ്പെട്ടത് ആ ചോദ്യം ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ പ്രോഗ്രാമല്ല, ജീവൻ ടി വിയുടെ പ്രോഗ്രാമാണ്. ഐ എം ഓൺലി ദ ഹോസ്റ്റസ്. എൻ്റെ പ്രൊഡക്ഷൻ പോലും അല്ല. അപ്പോൾ ഞാൻ ഉടനെ ചാനൽ തന്നെ അന്നത്തെ എൻ്റെ ചീഫ് എന്ന് പറയുന്ന, ചീഫല്ല, ആ പ്രോഗ്രാമിൻ്റെ ഇൻചാർജ് ഉണ്ടായിരുന്ന ആളെ അല്ല അപേക്ഷയായിരുന്നു അത്. പക്ഷേ അതൊരു ശാസനാത്മകമായിട്ട് തന്നെയുള്ള ഒരു ആവശ്യമാണ്. അതൊരു അങ്ങനെ ഭീഷണിയൊന്നുമല്ല കേട്ടോ, അങ്ങനെയൊന്നുമല്ല. ഓക്കെ. ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് 2002 ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ ഇത് വിഗല്ലേ ചോദിച്ചു. നമ്മുടെ നടൻ വന്നിരിക്കുന്ന സമയത്ത് ഇപ്പം ഞാനിപ്പോൾ സംഗീത ലക്ഷ്മണൻ എന്ന് പറയുന്ന ഈ അമ്മായിയായിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ തലമുടി നരച്ചിട്ടല്ലേ, നിങ്ങളിത് ഡൈ ചെയ്തിരിക്കുകയല്ലേ? അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യത്തിന് പറഞ്ഞാൽ അവിടെ ഇല്ല അല്ലേ? അതൊരു അവരെ വ്യക്തിപരമായിട്ട് കളിയാക്കുന്ന പോലെ ചോദ്യമാണ്. ഇപ്പം ഞാൻ കളിയാക്കി പറയുന്നതല്ല, ഇവർക്ക് ഭയങ്കരമായിട്ട് തടിയുണ്ട്. അപ്പോൾ ഞാൻ പറയാണ്, നിങ്ങൾ എക്സസൈസും ചെയ്യാറില്ലല്ലോ, ഭയങ്കര തടിച്ചിട്ടാണല്ലോ, അല്ല ഷുഗർ ഉണ്ടോ, നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു വ്യക്തിപരമായിട്ട് ഒരാളെ നമ്മൾ ഹറാസ് ചെയ്യുന്ന പോലത്തെ ചോദ്യങ്ങളാണ്. എന്തിനാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അപ്പോൾ അതൊരു ബോഡി ഷേമിങ് പോലുള്ള ചോദ്യങ്ങളാണ്.
ഇപ്പോൾ ഒരാൾ വിഗ് വെക്കുക, ഡൈ ചെയ്യുക, മേക്കപ്പ് ഇടുക, അതൊക്കെ എന്തിനാണ് നമ്മൾ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത്? അതൊക്കെ ഭയങ്കര ഒരു മോശം ചോദ്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഞാൻ പറയും ആ പോർഷൻ കട്ട് ചെയ്തേക്കാൻ പറയും. എൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് ഒരു ഇന്റർവ്യൂ എടുക്കുന്നത്, അല്ല ഒളി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമല്ലോ. ഞാൻ സമ്മതിച്ചിട്ടാണ് ഇന്റർവ്യൂവിന് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും വിവാദങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയിട്ടുള്ള വിവാദങ്ങളാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം, കുഴപ്പമില്ല. അതിൻ്റെ അനുവാദം വേണമെന്നില്ല. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ വേണേൽ ചോദിക്കാം. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളെ പറ്റി വേറൊരാൾ ചോദിക്കുമ്പോഴത്തേക്കും മറുപടി പറയണോ വേണ്ടയോ, അത് ഉൾപ്പെടുത്തണോ എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ മോഹൻലാൽ പറയുകയാണ് ആ വിഗിനെ പറ്റി ചോദിക്കേണ്ട. കാരണം 2002 മോഹൻലാലിന് വിഗാണോ അല്ലേ എന്നുള്ളത് ആർക്കും അറിയില്ല. ഇപ്പോൾ നമ്മുടെ ഒട്ടുമിക്ക നടന്മാരും ഹെയറൊക്കെ അവരുടെ ഒറിജിനൽ ഹെയർ ഒന്നും അല്ല, എല്ലാവരും വിഗല്ല. ലാലേട്ടൻ്റെ വിഗാണെന്ന് എനിക്കറിയാം, ബട്ട് നിങ്ങൾക്കും അറിയാം. മമ്മൂക്ക ഉൾപ്പെടെയുള്ള ഒരുപാട് നടന്മാരും നടിമാരും ഒക്കെ അവർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഐ മീൻ അത് ഒറിജിനൽ ഹെയർ ആയിരിക്കണമെന്നില്ല, പല ആൾക്കാരുടെയും ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഹെയർ ഒക്കെ ആയിരിക്കും. ഇതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്, നമ്മളത് അവരടുത്ത് വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ചോദ്യം ഡിലീറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നോർമലി ഉള്ള കാര്യം മാത്രമാണ്. അതിപ്പോൾ എന്താ, ഇവരാണ് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവരെ വിളിച്ച് പറയും, അത് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് മര്യാദയാണ്. ആ മര്യാദ അവർ ചെയ്തു, അവർ ഡിലീറ്റ് ചെയ്തു, ആ ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്തു. അത് വലിയ കാര്യമല്ല, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബാക്കി കേൾക്കാം. അദ്ദേഹത്തിൻ്റെ ഈ രീതിയിലുള്ള ഒരു പെർസുവേഷൻ ആയതുകൊണ്ട് തന്നെ, ഐ വുഡൻ കോൾ ഇറ്റ് പ്രഷറൈസ് ചെയ്യുമായിരുന്നില്ല. പെർസുവേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ചാനലിനോട് സംസാരിച്ചിട്ട് എഡിറ്റിങ്ങിന് ഞാൻ ഇരിക്കണമെന്ന് നിർബന്ധം പറഞ്ഞു. ഞാനും കൂടി പോയി എഡിറ്റിങ്ങിലിരുന്ന് ഈ പറയുന്ന പോർഷൻ ഡിലീറ്റ് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ ഞാൻ വളരെ ടാക്ട്ഫുള്ളായിട്ട് എന്ന് ഞാൻ കരുതുന്ന രീതിയിൽ ചോദിച്ച് വരുത്തിയ ഒരു ക്വസ്റ്റ്യനാണത്. ദാറ്റ് വാസ് ഇൻ 2003 മറ്റോ ആണ്. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രിയപ്പെട്ട മോഹൻലാൽ 25 വയസ്സ് എന്ന് പറയുന്ന ആ സമയത്താണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് 2003 എന്ന് പറയുമ്പോൾ 20 years later അല്ലേ? ഓക്കെ, അപ്പോൾ ഇവർ ഇതെന്തുകൊണ്ട് ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇത് മോഹൻലാലുമായിട്ടുള്ള ബന്ധമാണോ? ഒരിക്കലും അല്ല. മോഹൻലാലിൻ്റെ ഈ ഒരു സിനിമാ ലൈഫിൽ എത്ര ആൾക്കാർ, മേ ബി ഒരു 100 കണക്കിന് 1000 ആൾക്കാർ പുള്ളി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാവാം. അവരെയൊക്കെ പുള്ളി ഓർത്തിരിക്കൂ. അപ്പോൾ ഈ സംഗീത ലക്ഷ്മണ എന്ന് പറയുന്ന ഈ ഒരു അമ്മായി, ഈ ഒരു ലേഡി, അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവെക്കുന്ന കാര്യങ്ങളും ഇവർ ഈ വിളിച്ചു പറയുന്ന കാര്യങ്ങളായിട്ടൊരു ബന്ധമില്ല. മോഹൻലാലിനെ വ്യക്തിപരമായിട്ട് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമ കണ്ടിട്ട് ആ സിനിമയെ പറ്റി ഒരു നിരൂപണമൊക്കെ നടത്താം, മോഹൻലാലിനെ പറ്റി ഇതിന് കാര്യങ്ങൾ പറയാം. പക്ഷേ അതിനൊക്കെ ഒരു അടിസ്ഥാനം വേണം. അല്ലാണ്ട് ചുമ്മാ പറയുമ്പോഴത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതൊരു കുശുമ്പും കുന്നായ്മയും നിറഞ്ഞ ഒരു എന്താ പറയണ്ടേ, മാന്യമല്ലാത്ത വർത്താനം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തേ. നമുക്ക് എന്തായാലും ഈ ലേഡിയെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചെകുത്താൻ എന്ന് പറയുന്ന ഒരുത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അവൻ്റെയും പ്രശ്നം ഇത് തന്നെയാണ്. അതായത് മോഹൻലാലിനെ പറ്റി കുറ്റം പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ടുമായിട്ട് വരും, അല്ലെങ്കിൽ ഒരു ഫെയിം അവർക്ക് കിട്ടും. ആ ഫെയിം കൊണ്ട് കുറച്ച് നമ്മളെന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെക്കുക എന്നുള്ളതാണ്. മേ ബി ഇവരും അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്തായാലും അത് വർക്കൗട്ട് ആകാൻ സാധ്യത വളരെ കുറവാണ്. ഇവരുടെ പോസ്റ്റുകൾ കാണുമ്പോഴത്തേക്കും വരുന്ന ഒരു ചിരി മാത്രമാണ് മിച്ചമായിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.